നമസ്കാരം. ക്ലോസ് ടോക്കിലേക്ക് സ്വാഗതം. ക്ലോസ് ടോക്കിലെ ഈ ആഴ്ചത്തെ അതിഥി കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയുന്നലമാണ്. നമസ്കാരം. നമസ്കാരം. കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഒരു സമകാലിക പ്രസക്തി എന്താണ്? ആദ്യമായി ഷെക്കിന ചാനൽ ക്രൈസ്തവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാനായി നടത്തുന്ന ശ്രമങ്ങളെ കത്തോലിക്ക കോൺഗ്രസ് അഭിനന്ദിക്കുകയാണ്. ഈ ചാനൽ നല്ല രീതിയിൽ വളരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ബെർലിൻ്റെ ആദ്യത്തെ ചോദ്യം കത്തോലിക്ക കോൺഗ്രസിൻ്റെ സമകാലിക പ്രസക്തിയെക്കുറിച്ചാണ്. ഇന്ന് കത്തോലിക്ക സമുദായത്തെ സംബന്ധിച്ചിടത്തോളം, പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം കത്തോലിക്ക കോൺഗ്രസിന് ഏറെ പ്രസക്തിയുണ്ട്. ഈ നൂറ്റാണ്ടിൽ ഈ സമുദായം കടന്നുപോയിട്ടുള്ള ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് കാർഷിക മേഖലയുടെ തകർച്ചയും ഈ സമുദായത്തിൻ്റെ സാമ്പത്തിക തകർച്ചയും. കത്തോലിക്ക സമുദായത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും നമുക്കറിയാം 2 ഏക്കർ 3 ഏക്കർ കർഷകരാണ്. ഇന്ന് അവർക്ക് ജീവിതം മുന്നോട്ട് നയിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരു രോഗം വന്നാൽ ചികിത്സിക്കാൻ പണമില്ല, മകളെ കെട്ടിക്കുവാൻ പണമില്ല, മക്കളെ പഠിപ്പിക്കാൻ പണമില്ല. ഇതുപോലെ ഒരു പ്രതിസന്ധി ഈ സമുദായത്തിലെ ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത്. ഇതിനെ അതിജീവിക്കുവാൻ കത്തോലിക്ക കോൺഗ്രസ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന വർഷമാണ് 2020. കഴിഞ്ഞ ഗ്ലോബൽ മീറ്റിൽ 2020 സംരംഭക വർഷമായാണ് കത്തോലിക്ക കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. ഒരു പ്രതിസന്ധിയെ അതിജീവിക്കുവാനുള്ളൊരു മാർഗം, കാർഷിക മേഖല തകരുമ്പോൾ സമുദായ അംഗങ്ങൾ കൂടുതൽ സംരംഭങ്ങളിലേക്ക് കടന്നു വരികയും അതിലൂടെ സാമ്പത്തിക ഭദ്രത ആർജിക്കുക എന്നതാണ് കത്തോലിക്ക കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സമുദായ അംഗങ്ങളുടെ സംരംഭങ്ങൾ, പ്രതിസന്ധിയിലായിട്ടുള്ള സംരംഭങ്ങളെ ഒരുമിച്ച് ചേർന്ന് സഹായിക്കുക, അവരെ കൈപിടിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു പുതിയ സംസ്കാരം രൂപീകരിക്കുക, യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ആ ചൈതന്യം യഥാർത്ഥത്തിൽ കത്തോലിക്ക കോൺഗ്രസിലൂടെ പ്രാവർത്തികമാക്കുക എന്നതാണ് 2020 കത്തോലിക്ക കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജനങ്ങൾക്ക് സർക്കാരുകളിൽ നിന്നും മറ്റ് സംഘടനകളിൽ നിന്നും ഒക്കെ ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഇന്ന് ലഭിക്കുന്നില്ല എന്നുള്ളതും വലിയൊരു തിരിച്ചറിവാണ്. അപ്രകാരം ആ ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനായുള്ള ഹെൽപ്പ് ഡെസ്കുകളുടെ രൂപീകരണവും വളരെ ഗൗരവപൂർവ്വമായി കത്തോലിക്ക കോൺഗ്രസ് രൂപപ്പെടുത്തി വരികയാണ്. ഇതിനൊക്കെയുള്ള ഒരു പിന്തുണ, സഭയുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണ എത്രമാത്രം ഉണ്ടായിരുന്നു? ഒരുപക്ഷെ ഇത് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഒരു ആദ്യകാല AKCC ആയിരുന്ന കാലത്തുണ്ടായിരുന്ന പ്രവർത്തന മികവ് ഇന്ന് ഇല്ല എന്നുള്ള ഭാഗത്തു നിന്നുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. എന്തായിരിക്കും അത്തരമുള്ള വിമർശനങ്ങൾക്ക് പിന്നിൽ? അത് വസ്തുതാപരമായൊരു കാര്യമാണ്. 1918 രൂപം കൊണ്ട കത്തോലിക്ക കോൺഗ്രസ് 1965 വരെ ഈ സമുദായത്തെ നയിക്കുക മാത്രമല്ല, ഈ കേരള സംസ്ഥാനത്തിൻ്റെ നവോത്ഥാന പ്രക്രിയയിലെല്ലാം ഏറ്റവും നേതൃത്വം നൽകിയത്, എല്ലാ മതസ്ഥരോടും ചേർന്ന് നേതൃത്വം നൽകിയത് അഖില കേരള കത്തോലിക്ക കോൺഗ്രസ്സാണ്. പിന്നീട് 65 ശേഷം പിന്നീട് ഈ കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രവർത്തനം അല്പം മന്ദീഭവിച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഒരു പരിധിവരെ കാരണം കേരള കോൺഗ്രസിൻ്റെയൊക്കെ രൂപപ്പെടലിനോട് കൂടി ഭരണതലത്തിലൊക്കെ നമ്മുടെ ആളുകൾ വന്നപ്പോൾ ഒരു സമുദായ സംഘടനയ്ക്ക് എത്രത്തോളം പ്രസക്തിയുണ്ട് എന്ന ഒരു തെറ്റായ ചിന്ത പല ഉത്തരവാദിത്തപ്പെട്ടവരിലും ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ പ്രവർത്തനത്തെ വേണ്ട രീതിയിൽ പരിഗണിക്കാതെ അത് പയ്യെ ക്ഷയിച്ചു പോകാനിടയായി. എന്നാൽ പിന്നീട് നമുക്കറിയാം, ഒരു സമുദായം എന്ന നിലയ്ക്ക് ഈ കത്തോലിക്ക സമുദായത്തിൻ്റെ ആവശ്യങ്ങൾക്ക് ഒന്നിച്ച് നിൽക്കുവാനായി ഇപ്രകാരം ഉണ്ടായ സംവിധാനങ്ങളൊന്നും പര്യാപ്തമല്ലാതെ വന്നപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് വീണ്ടും ശക്തമായി തിരിച്ചു വരാനുണ്ടായ ഏതാണ്ട് 8-10 വർഷത്തിനുള്ളിൽ കത്തോലിക്ക കോൺഗ്രസ് ഇന്ന് എല്ലാ രൂപതകളിലും ശക്തമായി ഏതാണ്ട് 26 രാജ്യങ്ങളിൽ കത്തോലിക്ക കോൺഗ്രസിൻ്റെ സാന്നിധ്യം എത്തിക്കാൻ പറ്റി എന്ന് പറഞ്ഞാൽ അഭിമന്യ പിതാക്കന്മാരുടെയും സിനഡിൻ്റെയും പ്രത്യേകിച്ച് അഭിമന്യ ആലഞ്ചേരി പിതാവിൻ്റെയും അക്കമഴിഞ്ഞ താല്പര്യവും പ്രോത്സാഹനവും ദീർഘവീക്ഷണവും കത്തോലിക്ക കോൺഗ്രസിൻ്റെ വളർച്ചയ്ക്ക്, രണ്ടാം തിരിച്ചുവരവിന് വളരെ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അതാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ സഭ കത്തോലിക്ക കോൺഗ്രസിനെ വളർത്തുവാൻ വളരെ കാര്യക്ഷമമായി ഇടപെടുന്നുണ്ട്. എല്ലാ സിനഡ് കൂടുമ്പോഴും കത്തോലിക്ക കോൺഗ്രസിൻ്റെ റിപ്പോർട്ടുകൾ അവതരിപ്പിക്കാറുണ്ട്. കത്തോലിക്ക കോൺഗ്രസിന് സമുദായം ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പരിഗണിക്കാറുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ സഭ കത്തോലിക്ക കോൺഗ്രസ് സമുദായ സംഘടനയെ സഭയുടെ ശബ്ദമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വളർത്തിക്കൊണ്ട് വരുന്നു എന്നത് ശ്രദ്ധിക്കേണ്ടത്. പൊതുസമൂഹത്തിലെ അല്ലെങ്കിൽ പൊതുവിഷയങ്ങളിൽ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഇടപെടൽ
വളരെ കുറയുന്നു എന്നുള്ളതാണ് ഈ സമീപകാല ചരിത്രങ്ങളിൽ. ഒരുപക്ഷെ അത് പുറം ലോകം അധികം ശ്രദ്ധിക്കാത്തതാണോ എന്നറിഞ്ഞുകൂടാ. എന്തായിരിക്കാം അങ്ങനെ പൊതുസമൂഹത്തിൽ പൊതുവിഷയങ്ങളുടെ ഒരു ഇടപെടലിലേക്ക് കത്തോലിക്ക സഭ പിന്നോക്കം പോകുന്നുണ്ടോ? കത്തോലിക്ക കോൺഗ്രസ് പൊതുവിഷയത്തിൽ ഇടപെടുന്നതിൽ കുറവുണ്ട് എന്ന് വിമർശിക്കുന്നവരുണ്ട്. ഒരു സംഘടന എന്ന നിലയ്ക്ക് പല രീതിയിൽ നമുക്ക് സംഘടനയെ മുമ്പോട്ട് ചലിപ്പിക്കാം. നമ്മളെല്ലാം വിദ്യാഭ്യാസപരമായൊക്കെ കഴിവും പ്രാപ്തിയുള്ളവരൊക്കെയാണ്. ഇതിന് വികാരപരമായി വേണേൽ സംഘടനയെ വലുതാക്കാം, വൈകാരികമായി വിവാദങ്ങൾ ഉയർത്തി സംഘടനയെ വലുതാക്കാം. അങ്ങനെയൊക്കെ പല സാധ്യതകളും കത്തോലിക്ക കോൺഗ്രസിന് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എല്ലാവരും വിചാരിക്കുന്ന പോലെ മാധ്യമങ്ങളിലൊക്കെ വിവാദങ്ങളിലൂടെ നിറഞ്ഞു നിൽക്കാനായി കത്തോലിക്ക കോൺഗ്രസിന് അവസരമുണ്ടായിരുന്നു. ഈ സമീപകാല വിവാദങ്ങൾ അതിനുള്ളൊരു അവസരം ഒരുക്കിയിരുന്നു. പല സംഘടനകളും ഈയിടയിൽ ഈ കത്തോലിക്ക കോൺഗ്രസിന് ബദലായി രൂപപ്പെടുന്ന സംഘടനകൾ പോലും ഉണ്ടായി. സംഘടനകളെന്ന് പറയാനില്ലാത്ത സംഘടനകൾ പോലും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് ഒരു പടി പുറകിലാണ് എന്ന് ഞാൻ പ്രസിഡന്റ് നിലയ്ക്ക് അംഗീകരിക്കുക. അതെന്താണ് അതിൻ്റെ കാരണം? എന്താണ് അതിൻ്റെ കാരണം? ഞങ്ങൾ ഭാരവാഹികൾ എല്ലാവരും ഒരുമിച്ച് കൂടി സിനഡുമായിട്ട് ആലോചിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാറ്. സഭയുടെ അകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഞങ്ങളതിനെ വേദനയോടുകൂടിയാണ് കാണുന്നത്. കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ സഭയെ നിർമ്മിക്കുവാൻ, സഭയെ പടുത്തുയർത്താനുള്ള സംഘടനയാണ്. അതിൻ്റെ ഭരണഘടന തന്നെ സഭയുടെയും സമുദായത്തിൻ്റെയും കവചമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ കവചമായിരിക്കേണ്ട സംഘടന ഒരു വിവാദം ഉണ്ടാക്കാനോ ഒരു അകൽച്ച ഉണ്ടാക്കാനോ താല്പര്യപ്പെട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ ഞങ്ങൾ ഈ ദുഃഖങ്ങളെയെല്ലാം വേദനയോടുകൂടി കാണുകയും ക്രൈസ്തവികമായി ഇതിന് പരിഹാരമുണ്ടാക്കാനുള്ള സഭാപിതാക്കന്മാരോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. ഞങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളിൽ ഒരാളുടെ പോലും വാക്കുകൾ കൊണ്ടോ നോട്ടം കൊണ്ടോ ചിന്ത കൊണ്ടോ ഒരു ഇടർച്ച ഉണ്ടാക്കുവാനോ യേശുവിന് ഇഷ്ടമല്ലാത്ത ഒരു ചിന്ത പോലും ഉണ്ടാക്കാൻ കത്തോലിക്ക കോൺഗ്രസ് ആഗ്രഹിച്ചിരുന്നില്ല. അതിൻ്റേതായ ഒരു നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചു വന്നത്. ഞങ്ങൾ ഇന്നും വിശ്വസിക്കുന്നു, ഒരു സമുദായ സംഘടനയ്ക്ക്, ക്രിസ്തുവിൻ്റെ സംഘടനയ്ക്ക് ക്രൈസ്തവികമായി മാത്രമേ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ചിന്തിച്ചാൽ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ദൈവസാന്നിധ്യത്തിൻ്റെ ഒരു സാന്നിധ്യം കളഞ്ഞുകൊണ്ടുള്ളൊരു സമീപനം വേണ്ട എന്ന് തന്നെ ചിന്തിച്ചു. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, സിനഡ് എന്ത് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം കത്തോലിക്ക കോൺഗ്രസ് ശക്തമായി ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. നാളെയും സഭാ സിനഡ് എന്തു പറയുന്നോ അത് കത്തോലിക്ക കോൺഗ്രസ് അക്ഷരം പ്രതി നടപ്പിലാക്കുവാനുള്ള പ്രതിജ്ഞാബദ്ധതയുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു, സംഘടനയെ വളർത്തുവാനായി വിവാദങ്ങളോ വൈകാരികമോ, അപ്പം ഞാനൊരു കാര്യം പറയുവാണെങ്കിൽ ചില വിവാദങ്ങൾ തീരരുതെന്ന് ആഗ്രഹിക്കുന്നവരെ നമുക്ക് പൊതുസമൂഹത്തിൽ കഴിയാൻ പറ്റും. ഈ വിവാദങ്ങൾ തീർന്നാൽ അവർ അപ്രസക്തമായി പോകും. അപ്പോൾ ഈ വിവാദം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ സമൂഹത്തിലുണ്ട്. കത്തോലിക്ക കോൺഗ്രസിന് അങ്ങനെ വിവാദം നിലനിന്നിട്ട് സംഘടനയ്ക്ക് പ്രസക്തി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അതായത് ഈ വിവാദങ്ങൾ സജീവമാക്കാനും ആഘോഷിക്കാനുമുള്ളൊരു ശ്രമം നടന്നിരുന്നു. അത് ആ ഒരു ശ്രമങ്ങൾ സഭയ്ക്കുള്ളിലെ ചില ആളുകളിൽ നിന്നും ഉണ്ടായിരുന്നു. സഭയ്ക്ക് ഉള്ളിൽ നിന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായിട്ട് സഭയ്ക്കുള്ളിൽ നിന്ന് അങ്ങനെ ഒരു ചിന്തയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഒരു സിനഡ് കൂടിയപ്പോൾ തന്നെ പറഞ്ഞു, ഇന്ന സംഘടനകളൊന്നും സഭയുടെ സംഘടനയല്ലാന്ന് സിനഡ് അറിയിച്ചു. സിനഡ് കൂടിയിട്ട് ഇന്ന സംഘടനകളൊന്നും സഭയുടെ ഔദ്യോഗിക സംഘടനയല്ല എന്ന് സിനഡ് അറിയിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞാൽ ശരി. അങ്ങനെ സഭയ്ക്കുള്ളിൽ നിന്ന് ഒരു വിഷയം വലുതാക്കണമെന്നോ ആഘോഷിക്കണമെന്നോ യഥാർത്ഥത്തിൽ ആഗ്രഹമില്ലായിരുന്നു. പക്ഷെ സഭയുടെ ആളുകളെന്ന് ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില വിഷയങ്ങൾ ഏറ്റുപിടിച്ചുകൊണ്ട് വിവാദമാക്കി നേതാക്കളായവരുണ്ട്, സംഘടനകൾ വലുതാക്കിയവരുണ്ട്. അതൊക്കെ അതിൻ്റേതായ രീതിയിൽ ജനങ്ങൾ കണ്ടുകൊള്ളും, സമുദായം കണ്ടുകൊള്ളും, സഭ കണ്ടുകൊള്ളും. അതൊന്നും കത്തോലിക്ക കോൺഗ്രസിനെ ബാധിക്കില്ല. പക്ഷേ സഭാ അധ്യക്ഷൻ അതുപോലെ തന്നെ അത്രയും വൈദിക ബിഷപ്പുമാർ, ഒരുപക്ഷെ ഈ വൈദികർക്ക് തെരുവിലിറങ്ങേണ്ട സാഹചര്യങ്ങൾ പോലും ഉണ്ടാകുന്ന ദിവസങ്ങളുണ്ടായിരുന്നു. ആ വിഷയങ്ങളിലൊക്കെ ഒരുപക്ഷെ കുറേ കൂടി ആളുകളിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കേണ്ടതായിരുന്നല്ലേ സംഘടന? കത്തോലിക്ക കോൺഗ്രസ് അന്ന് നമ്മൾ സിനഡ് പറയുന്നതിനെ അനുസരിച്ച് നിൽക്കില്ലെങ്കിൽ അന്ന് ഞങ്ങൾ സിനഡിനോട് നിരന്തരമായി സംസാരിച്ചു കൊണ്ടായിരുന്നു. സഭയുടെ സിനഡിൻ്റെ ലെഗേറ്റാണ് ബിഷപ്പ് റെമീജിയോസ് ഇഞ്ചനാനിയിൽ. ആ വിഷയങ്ങളെല്ലാം സഭയ്ക്കകത്തെ ആന്തരിക പ്രശ്നങ്ങളിൽ എന്ത് നിലപാടെടുക്കണമെന്നുള്ള തീരുമാനത്തിന് അഭിനന്ദ പിതാക്കന്മാരുടെ ഉപദേശം സ്വീകരിക്കുമായിരുന്നു നമ്മുടെ മുമ്പിലുണ്ടായ മാർഗം. അല്ലെങ്കിൽ നമ്മളെടുത്ത ഒരു നിലപാട് കൊണ്ട് ഒരു പ്രശ്നം പരിഹരിച്ചില്ല, ഈ പ്രശ്നം പരിഹരിക്കാതെ പോയത് കത്തോലിക്ക കോൺഗ്രസ് ഓവറായിട്ട് എന്തെങ്കിലും ഏറ്റെടുത്തുകൊണ്ടാണ് എന്നൊരു പേരുദോഷവും ഒരു ഖ്യാതിയും ഉണ്ടാക്കിയെടുത്താനേ. ഇന്ന് കത്തോലിക്ക കോൺഗ്രസിൻ്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു സഭയ്ക്കകത്തൊരു ഇടർച്ച ഉണ്ടായി എന്ന് ആരും പറയില്ല. ഇനി ബെർലിൻ സൂചിപ്പിച്ചതുപോലെ ചില ആളുകളെങ്കിലും കുറച്ചുകൂടി പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളത് വാസ്തവമല്ലേ? അല്ല, ഞാനത് പുറമേ നിന്ന് നമ്മൾ നോക്കുമ്പോഴേ കുറച്ചുകൂടെ വേണമെങ്കിൽ ആക്രമിക്കുകയാണെങ്കിൽ, ആരെങ്കിലുമൊക്കെ ആക്രമിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇന്നത്തെ കാലഘട്ടം അതായതുകൊണ്ട് അങ്ങനെ തോന്നും.
പക്ഷെ സഭയെ സ്നേഹിക്കുന്ന ആരും, യഥാർത്ഥത്തിൽ സഭയെ സ്നേഹിക്കുന്നവരാരും വേദനയോടുകൂടിയ നല്ല വിശുദ്ധരായ വൈദികരെ ഈ വിഷയങ്ങളെ കണ്ടിട്ടുള്ളത്. ഞാൻ പല മഠങ്ങളിലും ചെല്ലുമ്പോൾ സിസ്റ്റർമാർ ചോദിക്കാറുണ്ട് നമ്മുടെ സഭയ്ക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന്. അവർ കണ്ണുനീരോടുകൂടി സിസ്റ്റർമാർ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ നല്ലവരായ ആളുകൾ ആരും ഈ വിവാദങ്ങളൊന്നും ആഗ്രഹിച്ചിട്ടില്ല. ആ വിവാദങ്ങളെ ഒന്നും ആഘോഷിക്കാനും ആഗ്രഹിച്ചിട്ടില്ല. ഈ വിവാദങ്ങളൊന്നും കേൾക്കാനും ആഗ്രഹമില്ല. ഇതായിരുന്നു നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ക്രൈസ്തവ സമൂഹം മാത്രമല്ല, കേരളത്തിലെ നല്ലവരായ ആൾക്കാരും ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായത് ശരിയായില്ല എന്ന് വിലയിരുത്തുന്നവരാണെന്നാണ് കത്തോലിക്ക കോൺഗ്രസ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ അവസരങ്ങളൊക്കെ നമ്മൾ എങ്ങനെയും ശാന്തിയിലേക്ക് നയിക്കുവാനുള്ള അകത്തളങ്ങളിൽ പ്രവർത്തിച്ചു. പക്ഷേ ഈ സഭയുടെ ഒരുപക്ഷെ ഈ പൊതുസമൂഹത്തിൻ്റെ വലിയ വക്താക്കൾ എന്ന് പറയുന്ന ചില ആളുകൾ, ഒരുപക്ഷെ ഈ സാംസ്കാരിക നായകരായിക്കോട്ടെ, പഴയ ജസ്റ്റിസുമാരായിക്കോട്ടെ, ഇവരൊക്കെ ചേർന്ന് സഭയെ ആക്രമിക്കുമ്പോൾ നമ്മൾ ഈ ഒരു നിലപാട് പറഞ്ഞുകൊണ്ട് പിന്നാക്കം പോയി നിന്നാൽ അത് ശരിയായെന്ന് വിശ്വസിക്കാൻ കഴിയും. ഞങ്ങൾ ഈ ജസ്റ്റിസ് കമാൽ പാഷയ്ക്കൊക്കെ നല്ല മറുപടി കൊടുത്തിട്ടുള്ളത് കത്തോലിക്ക കോൺഗ്രസ് മാത്രമാണ്. ഈ കേരളത്തിലല്ല, ഇന്ത്യയിൽ എത്രയോ ജഡ്ജിമാർ റിട്ടയർ ചെയ്തിട്ടുണ്ട്. അവരെ എല്ലാം ഇന്ന് നമ്മളെല്ലാവരും ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, മീഡിയയിലൊക്കെ കത്തോലിക്ക കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ ഫുൾ ടൈം നിൽക്കാവുന്ന അവസരം ഉണ്ടായിരുന്നു. അങ്ങനെ മീഡിയ മാനിയാക്കൊന്നുമല്ല കത്തോലിക്ക കോൺഗ്രസ് നേതാക്കൾ. എന്നാൽ ചില ജസ്റ്റിസുമാരൊക്കെ ഇന്ന് മീഡിയ മാനിയാക്കായി എങ്ങനെയാണ് ചാനലിൽ പിടിക്കാവുന്നത് അത് അവരുടെ ജീവിതമാർഗമാക്കി കൊണ്ടു നടക്കുന്നവരാണ്. അവരെയൊക്കെ നമ്മൾ ഈ പൊതുസമൂഹത്തിന് ഇതെല്ലാം അറിയാം. ക്രൈസ്തവ സഭയെ തള്ളിപ്പറയുന്ന ഞാൻ ഇപ്പോൾ ഉദ്ദേശിച്ച ജസ്റ്റിസ് കമാൽ പാഷ ഉൾപ്പെടെ ചിലരുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ സഭയെ തകർക്കുക എന്നുള്ളതാണ്. അത് ഈ വിഷയത്തിലല്ല, എല്ലാ വിഷയങ്ങളും. ഇപ്പോൾ പൗരത്വ ബില്ലിനെ സംബന്ധിച്ചും അദ്ദേഹം ക്രൈസ്തവർക്കെതിരെ കുത്തും കോളും വെച്ച് സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ അജണ്ട വേറെയാണ്. കത്തോലിക്ക സമുദായം ഒറ്റക്കെട്ടായി പൗരത്വ ഭേദഗതിക്ക് ബില്ലിനെതിരാന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മളതിന് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് വീണ്ടും കത്തോലിക്കർ പൗരത്വ ബില്ലിനെ അനുകൂലിക്കണു എന്ന് അദ്ദേഹത്തെ പോലെ ഒരാൾ പറയാമെന്ന് പറഞ്ഞാൽ ഈ പൊതുസമൂഹത്തെ സഭയെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. പക്ഷേ എനിക്ക് തോന്നണില്ല അദ്ദേഹമൊക്കെ മറനീക്കി ആൾക്കാർക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് യാതൊരുവിധ ഒരു റിട്ടയേർഡ് ജഡ്ജിയുടേതായ നിലവാരമില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ദിവസത്തെ പ്രവർത്തികൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം. അദ്ദേഹത്തോടൊന്നും മറുപടി പറയാൻ പോലും പോകണ്ട എന്നുള്ളതാണ് കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എൻ്റെ അഭിപ്രായം. അല്ല, കത്തോലിക്ക കോൺഗ്രസ് കൂടുതലായി ഇത്തരം വിഷയങ്ങൾ, അതായത് വിവാദങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിച്ചു. പക്ഷേ അപ്പോഴും വിശ്വാസപരമായ സംരക്ഷണത്തിനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടതല്ലായിരുന്നോ? ഞാൻ ചോദിക്കുന്നത്, ഈ ക്രൈസ്തവർ അല്ലെങ്കിൽ ഈ നമ്മുടെ പുരോഹിതരടക്കമുള്ള ആളുകൾ നിരവധി കേസുകളിൽ പെട്ട്, അതായത് അവർക്കെതിരെ സമൂഹ മാധ്യമങ്ങളടക്കം വലിയ തോതിൽ മോശമാക്കുന്ന പ്രവണത നടന്നിരുന്നു. ഇതിലൊക്കെ ഇടപെടേണ്ട സാഹചര്യത്തിൽ നമ്മൾ ഇത് സിനഡ് പറഞ്ഞ് അല്ലെങ്കിൽ ബിഷപ്പ് പറയട്ടെ, ബിഷപ്പ് പറഞ്ഞതിന് ശേഷം പ്രതികരിക്കാം എന്നതായിരിക്കണോ ഒരു വിശ്വാസി എന്ന നിലയിൽ? ഒരുപക്ഷെ വിശ്വാസികൾ, ഒരു വിഭാഗം വിശ്വാസികളെങ്കിലും അത്തരത്തിൽ വലിയ തോതിലുള്ള പ്രതികരണങ്ങൾ നടത്തി ഇപ്പം ഇൻഡിവിജ്വലായി ഓരോരുത്തർ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുന്നത് കണ്ടിട്ടുണ്ട്. അത്തരം ഇടപെടൽ ഈ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ? കത്തോലിക്ക കോൺഗ്രസ് സഭയുടെ വിശ്വാസപരമായ കാര്യങ്ങളിൽ ഞാൻ എത്രയോ ഉദാഹരണങ്ങൾ ഞാൻ പറയാം. നമുക്കറിയാം, ലളിതകലാ അക്കാദമി അവാർഡ് കൊടുത്തു. അതിന് ആരാ സമരം നയിച്ചത്? അതിന് ഞങ്ങൾ ഉൾപ്പെടെ പ്രതിയായതാണ് തൃശ്ശൂർ ഞങ്ങൾ സമരം നടത്തിയിട്ട്. അങ്ങനെ വിജ്ഞാന കൈരളിയിലെ പ്രസിദ്ധീകരണത്തിനെതിരെ, അങ്ങനെ ഏതൊരു കാര്യം ഇവിടെ ചർച്ച് ബില്ല് വന്നപ്പോൾ ആരാണ് ഇവിടെ സമരം നയിച്ചത്? ചർച്ച് ബില്ല് വന്നപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് ആ സമരം നയിക്കുകയും മുഖ്യമന്ത്രിയോട് ചർച്ച ചെയ്ത് നടപ്പിലാക്കില്ല എന്ന് ഉറപ്പ് വാങ്ങിയതും കത്തോലിക്ക കോൺഗ്രസ്സാണ്. സഭയെ ബാധിക്കുന്ന, വിശ്വാസത്തെ ബാധിക്കുന്ന, കത്തോലിക്കരെ ബാധിക്കുന്ന, ക്രൈസ്തവരെ ബാധിക്കുന്ന, പൊതുസമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നം വന്നാലും കത്തോലിക്ക കോൺഗ്രസ് മുന്നിൽ നിന്ന് നയിക്കുവാനും അതിനെ നേരിടുവാനും ആ പ്രതിസന്ധിയിൽ അതിജീവിക്കുവാനും കത്തോലിക്ക കോൺഗ്രസിന് ശേഷിയുണ്ട്. ഇവിടെ ബെർലിൻ പിന്നെയും പറയാൻ ആഗ്രഹിക്കുന്നത് സഭയ്ക്കകത്തുണ്ടായ വിവാദങ്ങളിൽ എന്തുകൊണ്ട് ഇടപെട്ടില്ല എന്നുള്ള ചോദ്യമാണ് പിന്നെ നിലനിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നു. അതിന് വ്യക്തമായി ഞാൻ ഉത്തരം പറയാം. സഭാ സിനഡ് ഇതിനെ ഒറ്റക്കെട്ടായിട്ട് പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട സഭയുടെ സിനഡിൻ്റെ കീഴിൽ വരുന്നൊരു സംഘടന എന്ന നിലയ്ക്ക് ആ സിനഡ് പറയുന്നതിനപ്പുറത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ, അതിലുണ്ടാകാൻ പോകുന്ന എന്തെങ്കിലും ഭവിഷ്യത്തുണ്ടായാൽ, അത് കത്തോലിക്ക കോൺഗ്രസിൻ്റെ പക്വതയില്ലാത്ത ഇടപെടൽ കൊണ്ടാണ് ഈ വിഷയം വഷളായത്, ഈ പ്രശ്നങ്ങളെല്ലാം തീർന്നു പോകേണ്ടതായിരുന്നു എന്ന് മൂന്നാമതൊരാൾ വിമർശിച്ചാൽ അതിനെ നമുക്ക് തള്ളി പറയാൻ പറ്റത്തില്ല. പക്ഷേ പ്രധാനമായിട്ട് വിമർശകർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത് കത്തോലിക്ക കോൺഗ്രസിൻ്റെ കടിഞ്ഞാൺ മറ്റാരുടെയോ കൈകളിലാണ്.
അങ്ങനെ ആരെങ്കിലും കഴിഞ്ഞാൽ കൈമാറിയിട്ടുണ്ടോ? ഒരിക്കലും അടിസ്ഥാനരഹിതമായ കാര്യം. ഇതുപോലെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സംഘടനയില്ല. ഞങ്ങളുടെ ഭാരവാഹികൾ എല്ലാ രൂപതയിൽ നിന്ന് വരുന്ന രൂപതാ പ്രസിഡന്റുമാരും കേന്ദ്രസമിതി ഭാരവാഹികളും ഏതൊരു വിഷയത്തിലും മണിക്കൂറുകൾ ചർച്ച ചെയ്ത് ഒറ്റക്കെട്ടായിട്ട് തീരുമാനങ്ങളാണ്. ഇന്ന് വരെ ഞാൻ തുറന്നു പറയാം, ഞാൻ കത്തോലിക്ക കോൺഗ്രസിൻ്റെ നിരവധി പോസ്റ്റിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. രൂപതയുടെ പ്രസിഡന്റ്, കോതമംഗലം രൂപതയുടെ പ്രസിഡൻ്റായിട്ട് ഞാൻ തുടങ്ങിയത്. സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിരുന്നു, സംസ്ഥാന ട്രഷററായിരുന്നു, സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. പിന്നീടാണ് പ്രഥമ നാഷണൽ കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ നാഷണൽ ജനറൽ സെക്രട്ടറി ആയി, ഇപ്പം പ്രഥമ ഗ്ലോബൽ പ്രസിഡൻ്റായി. ഇന്ന് വരെ സഭയുടെ ഒരു തലത്തിലും ഒരു പിതാക്കന്മാർ ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് യാതൊരുവിധ കഴിഞ്ഞാണും ഉണ്ടാക്കിയിട്ടില്ല. മറിച്ച് അവർ നമ്മളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയുള്ളൂ. പക്ഷേ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഭാരവാഹികളെല്ലാം വളരെ പക്വതയോടുകൂടിയാണ് ഓരോ വിഷയത്തെ സമീപിക്കുന്നതുകൊണ്ടാണ് ഇത് കടിഞ്ഞാണല്ല പ്രശ്നം, പക്വതയാണ് പ്രശ്നം. ഞങ്ങൾക്കൊരു ഭയങ്കര നിർബന്ധമുണ്ട്. 101 വർഷത്തെ സംഘടനയാണ്. 100 വർഷത്തെ പൂർവികരുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ പൊതുസമൂഹം 2 കൈ നീട്ടി അംഗീകരിക്കുന്ന, നല്ല കാലത്തും ക്ഷയിച്ച കാലത്തും ഒക്കെ നമ്മുടെ മനസ്സിലെ, ഞാൻ ഇപ്പോഴും പറയാം, മുൻകാല നേതാക്കൾ ആരും ക്രൈസ്തവിക മൂല്യങ്ങൾ ബലികഴിക്കാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ കാലത്തും ക്രൈസ്തവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംഘടന വളർന്നാൽ മതി. ഇനി ഞാൻ അല്ലാതെ നമുക്കൊരു ചെപ്പിടി വിദ്യകൾ കാണിച്ച് കത്തോലിക്ക കോൺഗ്രസ് വളരണം. അതോ ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങളെ ഭയക്കുന്നുണ്ടോ? കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്താൽ അത് വിവാദമാകും, അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഞാൻ വിവാദങ്ങളെ ഭയപ്പെടാനാണെങ്കിൽ ജസ്റ്റിസ് KT തോമസ് രാജിവെക്കണമെന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട ആൾ കത്തോലിക്ക കോൺഗ്രസ്സാണ്. ഇപ്പോൾ ജസ്റ്റിസ് കമാൽ പാഷ തരം താഴ്ന്ന ഒരു വ്യക്തിയാണെന്ന് പരസ്യമായി പറഞ്ഞ ഞാനാണ്, അല്ലേ? കത്തോലിക്ക കോൺഗ്രസ് ഈ സർക്കാരിൻ്റെ കാലത്തും മുൻ സർക്കാരിൻ്റെ കാലത്തും UDF സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് കർഷക വിരുദ്ധ സർക്കാരാണ് UDF സർക്കാർ എന്നും പറഞ്ഞ് മലബാറിൽ നിന്ന് മോചനയാത്ര നയിച്ചത് കത്തോലിക്ക കോൺഗ്രസ്. ഒരു നിലപാട് സ്വീകരിക്കാനും ഒരു മടിയില്ല. ആൾക്കാർക്ക് ഏത് രീതിയിലും വേണം വ്യാഖ്യാനിക്കാം. പക്ഷേ നമ്മുടെ നിലപാട് എന്ന് പറയുന്നത് വിവാദങ്ങളിലൂടെ അല്ലാതെ, വികാരപരമായിട്ടല്ലാതെ മറ്റൊരു മാർഗത്തിലൂടെ ഈ സംഘടനയ്ക്ക് അടിത്തറ ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വളർച്ചയുണ്ട്. ഇപ്രാവശ്യം ദുബായിൽ നടന്നപ്പോൾ 26 രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്തു. ഇന്ത്യയിൽ നിന്ന് 87 പേര് വന്നു, 10-12 പിതാക്കന്മാർ. കത്തോലിക്ക സമുദായത്തിൽ ക്രീം അവിടെ കൂടി, കത്തോലിക്ക കോൺഗ്രസിൻ്റെ കൂടെയല്ലേ കൂടിയത്. അതുപോലെ വിവിധ പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ച് വരുന്നുണ്ട്. പ്രോജക്റ്റ് പ്രൊമോട്ടേഴ്സ് കൗൺസിൽ, നമ്മുടെ സമുദായ അംഗങ്ങളുടെ പ്രോജക്റ്റുകൾക്ക് സാമ്പത്തികമായി സഹായിക്കാനുള്ള പ്രോജക്റ്റ് പ്രൊമോട്ടേഴ്സ് കൗൺസിൽ, അതിനകത്ത് നിരവധി പേരാണ് സാമ്പത്തികമായി സഹായിക്കാനായിട്ട് പേര് തന്നിരിക്കുന്നത്. അതുപോലെ ഇപ്പോൾ കുട്ടികളെ ഉന്നത ജീവിത നിലവാരത്തിലേക്ക് വളർത്തുവാനായിട്ട് പ്രൊഫഷണൽ ആൻഡ് ഇൻ്റലക്ച്വൽ പ്രൊമോഷൻ കൗൺസിൽ, നമ്മുടെ ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാർ ഉൾപ്പെടെ കൗൺസിലുണ്ട്. ഞാൻ ആ പേരെല്ലാവരെയും വെളിപ്പെടുത്തണില്ലെന്നേ ഉള്ളൂ. അവരെല്ലാം നമ്മുടെ കുട്ടികൾക്കുടെ സാധ്യതകൾ മനസ്സിലാക്കുവാനും അങ്ങോട്ട് കൈപിടിച്ചുയർത്തുവാനുള്ള കൗൺസിൽ. പിന്നെ 2020 സംരംഭക വർഷമായിട്ട് നമ്മൾ ആയിരിക്കുന്നു. നമ്മൾ വിവിധ പദ്ധതികൾ, നമ്മുടെ ഈ ഒരു പ്രോഗ്രാം മാത്രം ഞാൻ പറയാം. ഒരു കോഴി ഫാം നമ്മൾ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഹോർമോൺ നൽകുന്ന കോഴിയിറച്ചി കൊണ്ട്, ഫീഡ് കൊണ്ട് ഉണ്ടാകുന്ന കോഴി ഇറച്ചിയാണ് ഇന്ന് രോഗങ്ങൾക്ക് പല കാരണങ്ങൾ. അതൊരു സാമൂഹ്യ പ്രശ്നമാണ്, അത് കാർഷിക പ്രശ്നവുമാണ്. അതുകൊണ്ട് ഞങ്ങൾ വയനാട് കേന്ദ്രീകരിച്ചൊരു കോഴി ഫാം നടത്താൻ ആഗ്രഹിക്കും. 3 രൂപതകൾക്ക് കർഷകർക്ക് ഗുണം കിട്ടുന്ന രീതിയിൽ ഹോർമോൺ ഇല്ലാത്ത ഫീഡ് കൊടുത്തുകൊണ്ടുള്ള ബ്രീഡിനെ കൊണ്ടുവന്ന് ഫാക്ടറികളിലൂടെ ഉൽപ്പാദിപ്പിച്ച് ഹാച്ചറി ഉണ്ടാക്കി കോഴിക്കുഞ്ഞുങ്ങളുണ്ടാക്കി കർഷകർക്ക് കൊടുക്കുന്ന ഒരു പ്രോഗ്രാം നമ്മൾ കത്തോലിക്ക കോൺഗ്രസ് ആരംഭിക്കുക. അതുകൊണ്ട് ആയിരക്കണക്കിന് കർഷകർക്ക് നേരിട്ട് പ്രയോജനം കിട്ടുകയും ചെയ്യും. ഈ കേരളത്തിൻ്റെ വലിയൊരു സാമൂഹ്യ പ്രതിസന്ധിയെ നമ്മൾ അതിജീവിക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒട്ടനവധി പദ്ധതികൾക്ക് രൂപം കൊടുത്തു വരികയാണ്. അതിനെ സഹായിക്കാൻ ലോകത്ത് മുഴുവനുള്ള കത്തോലിക്കർ ഒറ്റക്കെട്ടായിട്ട് കത്തോലിക്ക കോൺഗ്രസിൻ്റെ കൂടെയുണ്ട്. ഈ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഒരു വലിയ നട്ടെല്ലെന്ന് പറയുന്നത് കർഷകർ തന്നെയാണ്. ഈ കാർഷിക വിഷയങ്ങളിൽ കൂടുതൽ ഇടപെടൽ അത് തന്നെയാണോ ഈ വരും വർഷങ്ങളിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്നത്? ഈ 2020 കർഷകരെ ഉദ്ധരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യം. ഈ പ്രാവശ്യം കഴിഞ്ഞ സിനഡിനെ പറ്റി പറയുവാണെങ്കിൽ കത്തോലിക്ക കോൺഗ്രസിന് സിനഡിന് നന്ദി പറഞ്ഞു. കാരണം സിനഡ് എന്ന് പറയുന്നത് സഭയുടെ പിതാക്കന്മാർ എന്താണ് ചിന്തിക്കേണ്ടത്. സിനഡ് ഇന്ന് പ്രാവശ്യം ചിന്തിച്ചത് കർഷകൻ്റെ പ്രശ്നമാണ്. ഇന്ന് വേദനിക്കുന്ന കർഷകനെ എങ്ങനെ ഉദ്ധരിക്കാമെന്നാണ് സിനഡ് ചിന്തിച്ചത്. അതാണ് സിനഡിൽ നിന്ന് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഒരു കുർബാനക്രമത്തെ പറ്റിയൊക്കെ ആശങ്കകളുണ്ടാകുമ്പോൾ അതിനൊക്കെ അപ്പുറത്ത് മനുഷ്യൻ ജീവിക്കുന്നു, സമുദായം വേദനകൾ തിരിച്ചറിഞ്ഞ സിനഡാണിത്. അങ്ങനെ കർഷകൻ്റെ പ്രശ്നങ്ങളെപ്പറ്റി സിനഡ് ഭയങ്കരമായിട്ട് ചിന്തിച്ചു. ഒപ്പം നമ്മുടെ മക്കളുടെ ഭാവിയെപ്പറ്റി സിനഡ് ചിന്തിച്ചു. ഈ രാജ്യത്തിൻ്റെ പൗരത്വ നിയമത്തിനുണ്ടാകുന്ന ഭവിഷ്യത്തുകളെപ്പറ്റി ചിന്തിച്ചു. അങ്ങനെ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ ചിന്തിച്ച സിനഡാണിത്. അതായത് സമുദായം പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളിലേക്ക് എന്തായാലും സിനഡ് ഇറങ്ങി ചെന്നിരിക്കുന്നു. 100% ഞാൻ പറയുവാണെങ്കിൽ എനിക്ക് സിനഡിനോട് ഞങ്ങൾ കത്തോലിക്ക കോൺഗ്രസ് രേഖാമൂലം തന്നെ എഴുതി കൊടുത്തു നന്ദി പറഞ്ഞുകൊണ്ട്. കാരണം നമ്മുടെ ജനം മുഴുവൻ വേദനിക്കുകയാണ്. നമ്മുടെ ജനം മുഴുവൻ
കണ്ണീരിലാണ്. ആ സമയത്ത് അത് ഒപ്പാനുള്ള ചർച്ചകളാണ് സിനഡിൽ നടന്നത്. അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാവും. സഭ ജനങ്ങൾക്കൊപ്പമാണ്. അതിനൊരു കാര്യത്തോടെ ഞാൻ പറയാം, എങ്ങനെയാണ് നമ്മുടെ സഭ സമർത്ഥമായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ ക്രൈസ്തവ സമൂഹത്തെ മിഷണറിമാർ വന്ന് ഇല്ലെങ്കിൽ നമ്മുടെ സഭാപിതാക്കന്മാർ വിദ്യാഭ്യാസം കൊടുത്തൊക്കെ ഈ സമുദായത്തെ വളർത്തി കൊണ്ടുവന്നു. സമ്പന്നമായ സമുദായം. അപ്പോൾ സഭ എന്ത് ചെയ്തു? സഭയും ശക്തമായി. സമ്പന്നമായ സമർത്ഥമായ ഒരു സമുദായത്തിന് കീഴിൽ സഭ ശക്തമായി. ഇന്ന് ഈ സമുദായം അങ്ങ് ക്ഷയിച്ചു പോയി. ഇപ്പോൾ സഭ വീണ്ടും സമുദായത്തെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ്. ഇപ്പോൾ തളർന്നുപോയി സമുദായം. സഭയെ ശക്തമാക്കിയ സമുദായം ഇന്ന് തളർന്നുപോയപ്പോൾ ശക്തമായ സഭ ഇന്ന് ഈ സമുദായത്തെ രക്ഷിക്കാനായി സിനഡ് തീരുമാനിച്ചു. കർഷകൻ്റെ പ്രശ്നങ്ങളിലേക്ക് സിനഡ് ഇറങ്ങി വന്നു. ഇനി ഇടവകളിൽ വേദനിക്കുന്നവന് പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവർക്കൊക്കെ സഭയുടെ ഭാഗത്തുനിന്ന് ഇടപെടലുണ്ടാകുമെന്നാണ് കത്തോലിക്ക കോൺഗ്രസ് വിശ്വസിക്കുന്നത്. ഏതായാലും ഒരു രാഷ്ട്രീയ ഇടപെടലിന് കൂടി കത്തോലിക്ക കോൺഗ്രസ് ഇനി വരുന്ന ആളുകളിലേക്ക് മാറുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ? കാരണം ഞാനൊരു ചോദ്യം ചോദിക്കേണ്ട കാരണം, പണ്ടൊക്കെ സമൃദ്ധശക്തിയായിട്ട് മാറിയിരുന്ന കത്തോലിക്ക സമുദായം ഇന്ന് അതിൻ്റെ പേരിൽ ചില കുറച്ചാളുകളെ മാത്രം നിൽക്കുന്ന ഏതെങ്കിലും അല്ലെങ്കിൽ കുറച്ചാളുകളെ മാത്രം പ്രീതിപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ മാറിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ന്യൂനപക്ഷം എന്ന് പറയുന്ന അവകാശങ്ങൾ നേടിയെടുക്കുന്നത് ആരാണ്? അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുന്നു. ഒരുപക്ഷെ ഇത് കത്തോലിക്ക സമുദായത്തിന് ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ലാത്തത് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലം ഇല്ലാത്തത് ഒരു പോരായ്മയായി തോന്നുന്നുണ്ടോ? കത്തോലിക്ക സമുദായത്തിൻ്റെ ഒരു പാർട്ടി എന്ന് എല്ലാവരും പറയുന്നതാണ് കേരള കോൺഗ്രസ്. കേരള കോൺഗ്രസ് ഇന്ന് എത്രത്തോളം സമുദായ സ്നേഹമുണ്ടെന്നുള്ളതാണ് സംശയം. കേരള കോൺഗ്രസ് ഇങ്ങനെ ഓരോ ദിവസവും അവർ വിഭജിക്കുന്നു. സമുദായത്തിൻ്റെ താല്പര്യങ്ങൾ കാത്തുസൂക്ഷിക്കാനോ കർഷകൻ്റെ താല്പര്യങ്ങൾ കാത്തുസൂക്ഷിക്കുവാനോ കേരള കോൺഗ്രസ് പരാജയപ്പെടുന്നതാണ്. ഓരോ ദിവസവും കേരള കോൺഗ്രസ് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും സമുദായങ്ങൾ വോട്ട് ബാങ്ക് ആകുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ വോട്ട് ബാങ്ക് ആകുന്ന സമുദായങ്ങൾ പലതും അർഹവും അനർഹവുമായ പല കാര്യങ്ങളും നേടിയെടുക്കുന്നു. അത് കത്തോലിക്ക സമുദായത്തിന് ഇല്ലാതാകുന്നു എന്നുള്ള വിമർശനങ്ങൾ. അതുകൊണ്ടാണ് ഇത്തരം ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരണം അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ടോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഉണ്ടാകുന്നത്. കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം നാം വിലയിരുത്തുവാണെങ്കിൽ കത്തോലിക്ക സമുദായം ഇന്ന് രാഷ്ട്രീയമായി അപ്രസക്തമായിക്കൊണ്ടിരിക്കുക. കത്തോലിക്ക സമുദായത്തിൻ്റെ ഒരു പാർട്ടി ഇല്ലെങ്കിൽ സമുദായ അംഗങ്ങളുടെ ഒരു പാർട്ടി എന്നൊക്കെ കേരള കോൺഗ്രസിനെ വിശേഷിപ്പിച്ചൊരു കാലമുണ്ട്. ഇന്ന് ആ പാർട്ടി ഓരോ ദിവസവും ക്ഷയിച്ചുകൊണ്ടിരിക്കുക. അത് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ രണ്ട് കാരണം, ഒന്ന് ഈ സമുദായത്തിൻ്റെ താല്പര്യങ്ങൾ അവരുടെ അജണ്ടയിൽ എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. രണ്ട്, കർഷകൻ്റെ താല്പര്യങ്ങൾ ഏറ്റെടുക്കുന്നതിലും ആ പാർട്ടി പിന്നോട്ട് പോയതാണ് ഇന്ന് കേരള കോൺഗ്രസ് ക്ഷയിക്കുവാൻ ഉണ്ടായിട്ടുള്ള കാരണം. മറ്റൊരു കാര്യമാണ്, അവർക്ക് യോജിച്ച് നിൽക്കാൻ സാധിക്കുന്നില്ല. അത് ഓരോ ദിവസവും വിഭജിച്ച് അത് അപ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ കത്തോലിക്ക കോൺഗ്രസ് വളരെ ഗൗരവമായി കാണുന്നുണ്ട്. ദുബായിൽ നമ്മൾ പി ജെ ജോസഫിനെയും ജോസ് കെ മാണിയും ഫ്രാൻസിസ് ജോർജിനെയും പീസ് തോമസിനെയൊക്കെ ഒന്നിച്ചിരുത്തി ഞങ്ങൾ സംസാരിച്ചു. അടിസ്ഥാനപരമായിട്ട് അവർക്കെല്ലാം വളരെ ലോഹ്യമാണ്. പക്ഷേ സ്ഥാനമാനങ്ങളുടെ കാര്യം പറയുമ്പോഴത്തേനും അവർ അകന്നു പോകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അത് കേരള കോൺഗ്രസിൻ്റെ അവസ്ഥയാണെങ്കിൽ ഈ കേരളത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് കൊടുക്കുന്നതും ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നാണ്. പ്രത്യേകിച്ച് കത്തോലിക്ക വിഭാഗം ഉള്ള മേഖലയിലൊക്കെ UDF അനുകൂലമായ ജയങ്ങൾ നമ്മൾ കാണാറുണ്ട്. എന്നാൽ സ്ഥാനമാനങ്ങൾ വീതിച്ചു കൊടുക്കുന്ന കാര്യം വരുമ്പോൾ ഈ കത്തോലിക്കരുടെ കാര്യം നോക്കാൻ ഈ കോൺഗ്രസ്സിൽ ഒരു ഏജൻറ്റില്ല. അതായത് അവിടെയൊക്കെ കോൺഗ്രസ്സിലൊക്കെ ഓരോ സ്ഥാനം കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഗോഡ് ഫാദർമാർ വേണമെന്നാണല്ലോ പറയണത്. കത്തോലിക്ക സമുദായത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് വേണ്ട സ്ഥാനമാനങ്ങൾ കിട്ടുന്നതിനോ പരിഗണിക്കുന്നതിനോ സീറ്റ് കിട്ടുന്നതിനോ ഗോഡ് ഫാദർമാരില്ല എന്നുള്ളത് കത്തോലിക്ക സമുദായം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അധികം കാലമൊന്നും മണ്ടന്മാരായി കത്തോലിക്ക സമുദായം പോകത്തില്ല. എല്ലാത്തിനെയും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. കോൺഗ്രസ് കാണിക്കുന്ന അവഗണനയും കേരള കോൺഗ്രസ് കാണിക്കുന്ന അപക്വമായ നിലപാടുകളെയും കത്തോലിക്ക കോൺഗ്രസ് വളരെ ഗൗരവമായി ചർച്ച ചെയ്യുകയും അഭിനന്ദ പിതാക്കന്മാരോട് ചർച്ച ചെയ്യുകയും നിരന്തരം ചെയ്തുകൊണ്ടായിരിക്കണം. ഈ പ്രതിസന്ധിയൊക്കെ നമ്മൾ അതിജീവിക്കും. ഏതായാലും ഒരു സമ്മർദ്ദ ഗ്രൂപ്പെങ്കിലും ആകാൻ കഴിയുമെന്നുള്ള വിശ്വാസമുണ്ട്. കത്തോലിക്ക കോൺഗ്രസ് സമ്മർദ്ദ ഗ്രൂപ്പിനെ കഴിഞ്ഞ് അപ്പുറത്ത് ശരിയായ ദിശ നൽകുന്ന ഒരു സംഘടനയായി ഉണ്ടായിരിക്കും. മുഖം നോക്കാതെ സമുദായത്തിൻ്റെ, പ്രത്യേകിച്ച് പാവപ്പെട്ടവൻ്റെ, ഈ സംഘടനയുടെ ഒരു അജണ്ട എന്ന് പറയുന്നത് പാവപ്പെട്ട, പ്രത്യേകിച്ച് കർഷകർ മാത്രമല്ല, ഇന്ന് വ്യവസായം എല്ലാം തകർന്ന് ഇടത്തരം വ്യവസായ മേഖലയിലുള്ള ആൾക്കാരെല്ലാം നശിച്ചിരിക്കുക. അപ്പോൾ ആ മേഖലയിലുള്ളവർക്കിടെ വേണ്ടി നിരന്തരം ശ്രമിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയായി നിലനിൽക്കും.
കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തനം അത് ആൾക്കാർക്ക് ഭയങ്കര തെറ്റിദ്ധാരണയുണ്ട്. കത്തോലിക്ക കോൺഗ്രസിൻ്റെ ടാർഗറ്റ് എന്താണ്, ആരാണ്? ഈ പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ഏതാനും പേരല്ല കത്തോലിക്ക കോൺഗ്രസിൻ്റെ ടാർഗറ്റ്. അത് കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തെ ആദ്യമൊക്കെ വിമർശിക്കുന്നവർ മനസ്സിലാക്കാത്തൊരു കാര്യം, കത്തോലിക്ക കോൺഗ്രസ് ഭക്തസംഘടനയല്ല. കത്തോലിക്ക കോൺഗ്രസ് ഈ പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ഏതാനും സജീവമായി നിൽക്കുന്ന നല്ല ക്രിസ്ത്യാനികളുടെ ഒരു താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന സംഘടനയാണെന്ന് വിചാരിക്കരുത്. അപ്പോഴാണ് വൈകാരികമായി തോന്നുന്നത്. നമ്മുടെ പള്ളിയിൽ വരികയും വിശ്വാസങ്ങളെല്ലാം സജീവമായി നിൽക്കുകയും എന്നാൽ സഭയോട് അങ്ങ് ചേർന്ന് നിൽക്കാതെയും ചെയ്യുന്ന ഒരു പറ്റം ആൾക്കാരുണ്ട്. സഭയുടെ പ്രവർത്തനത്തോട് അങ്ങ് ചേർന്ന് പ്രവർത്തിക്കാത്ത ഒരു പറ്റം ആൾക്കാരുണ്ടെന്ന് നമുക്കറിയാം. അവരല്പം വിമർശിക്കും, അവരല്പം കുറ്റം പറയും, അവരെ ചിലപ്പോൾ നമ്മൾ മാറ്റി നിർത്തുന്ന ഒരു രംഗമുണ്ട്. കത്തോലിക്ക കോൺഗ്രസിൻ്റെ ടാർഗറ്റ് ഗ്രൂപ്പ് അതാണ്. അവരെ സഭയോട് ചേർത്ത് നിർത്തുക, ഇല്ലേ സഭയും അവരും തമ്മിലുള്ള അകലം കുറയ്ക്കുക. അങ്ങനെ മുഴുവൻ ജനങ്ങളും സഭയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലേക്ക് ഒരു സംഘടനാ പ്രവർത്തനമാണ് കത്തോലിക്ക കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സംഘടനയുടെ നിലപാടുകളൊക്കെ ചിലപ്പോൾ ചിലർക്കൊന്നും മനസ്സിലാക്കാതെ പോകും. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ ടാർഗറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് പള്ളിയിൽ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒട്ടനവധി പേര് സഭയുടെ പ്രവർത്തനങ്ങളിൽ സജീവമായി നിൽക്കുന്നില്ല, കുറ്റപ്പെടുത്തുന്നവരുണ്ട്, വിമർശിക്കുന്നവരുണ്ട്. അവരെ ചേർത്ത് നിർത്തുക എന്നുള്ളതും അവരുടെ വികാരവും കൂടി ഉൾക്കൊള്ളുക എന്നുള്ളതും അവരെ മനസ്സിലാക്കുക എന്നുള്ളതും അവരെ സഭയോട് ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയൊരു അജണ്ട. അപ്പോൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുമ്പോൾ എത്രമാത്രം ഇത്തരം അകന്നു നിന്ന ആളുകളെ അടുപ്പിക്കാൻ അല്ല അവരെ ചേർക്കാൻ എത്രമാത്രം കഴിഞ്ഞിട്ടുണ്ട്? വളരെ കഴിഞ്ഞിട്ടുണ്ട്. അത് കത്തോലിക്ക കോൺഗ്രസിൻ്റെ കഴിഞ്ഞ ഒരു 10 വർഷത്തെ പ്രവർത്തനം ഒന്ന് വിലയിരുത്തിയാൽ മതി. 10 വർഷം മുമ്പ് കത്തോലിക്ക കോൺഗ്രസ് എന്തോരം ഉണ്ടായിരുന്നു, എത്ര യൂണിറ്റ് ഉണ്ടായിരുന്നു? ഇന്ന് 2000 യൂണിറ്റ് ഉണ്ട്. 2000 യൂണിറ്റ് പ്രസിഡന്റുമാർ കത്തോലിക്ക കോൺഗ്രസിനുണ്ട്. അതുപോലെ എല്ലാ രാജ്യത്തും നമ്മൾ സംഘടനകൾ വഴിയൊക്കെ കത്തോലിക്ക കോൺഗ്രസിലേക്ക് ആൾക്കാരെ അടുപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പ്രോജക്റ്റ് പ്രൊമോട്ടേഴ്സ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ സമുദായത്തിലെ സാമ്പത്തികമായി വളരെ ഉയർന്നു നിന്ന ആളുകൾ കത്തോലിക്ക കോൺഗ്രസിലേക്ക് 5-8 വർഷം മുമ്പ് വരില്ലായിരുന്നു. ഇന്ന് എല്ലാവരും കത്തോലിക്ക കോൺഗ്രസിനോട് കൈ ചേർത്താണ് നിൽക്കുന്നത്. അത് കത്തോലിക്ക കോൺഗ്രസ് യഥാർത്ഥ ട്രാക്കിലാണ് പോകുന്നത്. അതായത് സമുദായത്തിൻ്റെ ചോരയും നീരുമുള്ള എന്നാൽ അല്പം വിമർശിക്കുന്നവരെല്ലാം സഭ എന്താണെന്നുള്ള കാഴ്ചപ്പാടിൽ നമ്മളാക്കിയ സഭയോട് ചേർന്ന് നിൽക്കേണ്ട ആവശ്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇന്ന് ലോകത്തെവിടെ ചെന്നാലും നമ്മുടെ സമുദായ മക്കൾ ഉന്നത നിലയിലാണ്. എന്തുകൊണ്ടവരായി? അതിങ്ങനെ കൈപിടിച്ചുയർത്തിയത് സഭയാണ്. ആ ബോധ്യം ചിലപ്പോൾ നമുക്ക് മറന്നു പോകുന്നതുകൊണ്ടാണ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ സഭയെ വിമർശിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും. കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഭാവി പരിപാടികൾ? കത്തോലിക്ക കോൺഗ്രസ്സിന് വ്യക്തമായ പദ്ധതികളും പ്ലാനും ഇട്ടാണ് മുന്നോട്ട് പോകുന്നത്. കൊട്ടിഘോഷിപ്പിക്കുന്നതിനപ്പുറത്ത് അകത്തളങ്ങളിൽ ചിട്ടയായ പ്രവർത്തനമാണ്. ടുഗദർ ടുവേഴ്സ് ടുമോറോ, ഒന്നിച്ച് മുന്നേറുക എന്നുള്ളതാണ് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ലക്ഷ്യം. ഇന്ന് ഈ സമുദായത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം ഒന്നിച്ച് നിൽക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം പറഞ്ഞ പോലെ ഏത് മേഖലയിൽ നോക്കിയാലും ഒന്നിച്ച് നിൽക്കുന്നതിന് എവിടെയോ ഒരു പഴയ കൂട്ടായ്മ കാത്തു സൂക്ഷിക്കുന്നത് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നുണ്ട്. അത് തിരിച്ചു കൊണ്ടുവരണം. നമ്മുടെ സഹോദര സ്നേഹം, നമ്മുടെ പരസ്പര സ്നേഹം, നമ്മുടെ പരസ്പര പങ്കുവയ്ക്കൽ, അതെല്ലാം ആദിമ സഭയിലെ പോലെ തിരിച്ചു കൊണ്ടിരുന്ന കാലത്തിലേക്ക് കത്തോലിക്ക കോൺഗ്രസ് ഉണ്ടാവും. ഇടവകകളിൽ ചെന്നാൽ വേദനിക്കുന്നവൻ്റെ കൈക്ക് പിടിച്ചിട്ട് തോമാച്ച ഞങ്ങൾ കൂടെ ഉണ്ട് എന്ന് പറയുന്ന കത്തോലിക്ക കോൺഗ്രസ് നേതൃത്വമാണ് ഇന്ന് വളർന്നു വരുന്നത്. അതൊരു ആശ്വാസത്തിൻ്റെ കൈപിടുത്തമായിരിക്കും. അതൊരു ആത്മധൈര്യം പകരുന്ന കൈപിടുത്തമായിരിക്കും. അവൻ്റെ പ്രതിസന്ധികളിൽ നിന്ന് അതിജീവിക്കുന്ന കൈപിടുത്തമായിരിക്കും. അത് കത്തോലിക്ക കോൺഗ്രസ് യാഥാർത്ഥ്യമാക്കും. അതെല്ലാവരും ഒന്ന് സഹകരിച്ചെന്ന് വെച്ചാൽ മതി. കുറ്റപ്പെടുത്തുന്നതോ വിമർശിക്കുന്നതോ ഒന്നും പരാതിയില്ല. പക്ഷേ നന്മയെ കണ്ടാൽ നന്മയാണെന്ന് പറയാനുള്ളൊരു മനസ്സ് കാണിച്ചാൽ മതി. കത്തോലിക്ക കോൺഗ്രസ് സമഗ്ര സംരക്ഷണമാണ്. സമഗ്ര സംരക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടവകയിലെ വികാരിച്ചനെ സംരക്ഷിക്കുന്നത് കത്തോലിക്ക കോൺഗ്രസ് ആയിരിക്കും. ആ ഇടവകയെ സംരക്ഷിക്കുന്ന കത്തോലിക്ക കോൺഗ്രസ് ആയിരിക്കും. അഭിനന്ദ പിതാക്കന്മാരെ സംരക്ഷിക്കുന്ന കത്തോലിക്ക കോൺഗ്രസ് ആയിരിക്കും. നമ്മുടെ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്ന കത്തോലിക്ക കോൺഗ്രസ് ആയിരിക്കും. ഈ പാവപ്പെട്ടവൻ്റെ വേദനകളെ സംരക്ഷിക്കുന്ന കത്തോലിക്ക കോൺഗ്രസ് ആയിരിക്കും. അതുപോലെ ഈ രാജ്യത്തെ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന കത്തോലിക്ക കോൺഗ്രസ് ആയിരിക്കും. കഴിഞ്ഞ വർഷം നമ്മൾ ആരംഭിച്ചതാണ് ക്രിസ്മീറ്റ് എന്ന് പറഞ്ഞ പരിപാടി. എല്ലാ സ്ഥലത്തും ഞങ്ങൾ നടത്തുന്നുണ്ട് ക്രിസ്മീറ്റ്. എല്ലാ മതസ്ഥരെയും ഒന്നിച്ചിരുത്തിക്കൊണ്ട് ഒരു നേരം ഭക്ഷണം കഴിച്ചുകൊണ്ട് ഈ രാജ്യം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള വിഘടനവാദം നടക്കുക.
നമ്മുടെ നാട്ടിലത് ഒഴിവാക്കണം. നമ്മുടെ മുസ്ലിം സഹോദരന്മാരോടും ഹൈന്ദവരോടൊക്കെ സഹോദരന്മാരോടൊക്കെ വളരെ സ്നേഹത്തോടെ നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ളൊരു സംസ്കാരം, ആ പാരമ്പര്യം ഊന്നി പിടിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ക്രിസ് മീറ്റ് നടത്തുന്നത്. അങ്ങനെ സമൂഹത്തിൻ്റേതായ നന്മകളെ കാത്തുസൂക്ഷിക്കാൻ, അങ്ങനെ നന്മകളെ കാത്തുസൂക്ഷിക്കാൻ നമ്മൾ അത്രയും വലിയ അജണ്ട നടപ്പിലാക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ പക്വത കാണിക്കേണ്ടി വരും. നമുക്ക് അവരെ പോലെ ആകാൻ പറ്റത്തില്ല, നമുക്ക് അതേ നിലവാരത്തിൽ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടൊക്കെ അല്പം നമ്മൾ ആത്മസംയമനം പാലിക്കുന്നതേ ഉള്ളൂ. അതിൻ്റെയൊക്കെ ഒരു മഹിമ പിന്നീട് മനസ്സിലായിക്കോളൂ. ഏതായാലും പഴയ പ്രതാപത്തിലേക്ക് കത്തോലിക്ക കോൺഗ്രസിന് കടന്നു വരാൻ കഴിയട്ടെ. എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. ക്രോസ് ടോക്കിൽ അതിഥിയായെത്തിയതിന് നന്ദി.